കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷന്റെ ഒരു കാരണം അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റർ തന്നെ ഈ ഒരു വ്യക്തിയാണ് എന്നുള്ളതിൽ അവരിപ്പോൾ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അവരായിട്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പേരിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒത്തിരി പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും എത്ര ശ്രമിച്ചാലും ഈ വ്യക്തിയെ മറക്കാനോ ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ ലൈഫിൽ മറ്റു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യമാണ് കാണുന്നത്. യെസ്, അത്രയധികം സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ് അവർ ലൈഫിൽ അവരിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേ ബി അവരുടെ ലൈഫിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ. മറ്റു വ്യക്തികളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം പോലും കാണുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അവരുടെ സിറ്റുവേഷൻ അത്രയധികം ഒരുപാട് നെഗറ്റിവിറ്റീസ് നിറഞ്ഞു പോയി അവർക്ക് ലൈഫ് ഒന്ന് നേരെ എൻജോയ് ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്ത സാഹചര്യവും കൂടി അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അവരിപ്പോൾ ചിന്തിക്കുന്നത് അവര് നിങ്ങളോട് ചെയ്തു പോയ തെറ്റിന്റെ ഫലമാണ് അവര് അനുഭവിക്കുന്നത് എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, തീർച്ചയായിട്ടും അവര് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന ദിവസങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ ലൈഫിൽ എൻജോയ് ചെയ്തിരുന്നതും സന്തോഷിച്ചിരുന്നതും. നിങ്ങൾ അവരിൽ നിന്നും സെപ്പറേറ്റഡ് ആയി പോയ നിമിഷം മുതൽ അവർക്ക് ഈ ഒരു റിയലൈസേഷൻ, ഈ ഒരു അവയർനെസ് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ആത്മാവിന്റെ തന്നെ രണ്ട് ഭാഗങ്ങളാണ്. ഒരു ട്വിൻ ഫ്ലെയിം എനർജി ഒക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ മേ ബി നിങ്ങളെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, യെസ്, ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്. പാസ്റ്റിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർത്ത് അവർ ഒരുപാട് സങ്കടത്തിലാണ്. അവരിപ്പോഴും മനസ്സിൽ അത്തരം വേദനകൾ കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ്. കാരണം ഒരുപാട് വേദനകൾ ഈ ഒരു സമയത്ത് അവർ അനുഭവിക്കുന്നുണ്ട്. കാരണം അവർ നിങ്ങളെ വേദനിപ്പിച്ചു, അവർ കാരണം നിങ്ങൾ സങ്കടപ്പെടുന്നു എന്നോർത്തിട്ടുള്ള ഒരു സങ്കടമാണ് അവർക്കുള്ളത്. ഓക്കെ, ഒരിക്കലും നിങ്ങളെ സങ്കടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പാസ്റ്റിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ എപ്പോഴും അവര് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ഒരു ഔട്ട്സൈഡർ ആയിട്ട് പോലും അവർക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ഥാനവും ഇല്ലാത്ത പോലെയാണ് അവർക്ക് തോന്നുന്നത്. നിങ്ങൾ അവർക്കൊരു നിങ്ങളുടെ ഹൃദയത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന സ്ഥാനം പോലും നഷ്ടമായി പോയോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഒരു അവസരം അല്ലെ, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നുവെങ്കിൽ ആ ഒരു ലൈഫിലേക്ക്, നിങ്ങളുടെ ലൈഫിലേക്ക് അവർക്ക് വീണ്ടും എൻറ്റർ ചെയ്യാമായിരുന്നു. അവർക്ക് നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഇല്ല. അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയുന്നില്ല. അത്രമാത്രം അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, കരയുന്നുണ്ട്. മേ ബി നിങ്ങൾക്കും ഈ ഒരു സെയിം സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ സം ഈഗോ പ്രോബ്ലംസ് ഈസ് ദെയർ. ചില ആൾക്കാർക്ക് ഈഗോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ വെയിറ്റ് ചെയ്യാണ്, ഒരു റിയൂണിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ഓരോ ദിവസവും എങ്ങനെ കടന്നു പോകുന്നു എന്ന് പോലും അവർക്ക് അറിയുന്നുണ്ടാവില്ല. അത്രമാത്രം അവർക്ക് ആഴത്തിലുള്ളൊരു ഫീലിങ്സ് ആണ്. വളരെ സങ്കടകരമായിട്ടുള്ള സാഹചര്യത്തിലാണ് അവരിപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. ഓക്കെ, ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട അവസ്ഥ. ഓക്കെ, ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ആയിട്ട് കാണുന്നത്. അവർ ഏറ്റവും കൂടുതൽ ഡ്രീം ചെയ്യുന്നത് നിങ്ങളോട് ഒരുമിച്ചുള്ള ഒരു ജീവിത സാഹചര്യം തന്നെയാണ്. ആ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് തന്നെയാണ് അവര് ലൈഫിൽ മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും
ഈ സമയത്ത് അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, നിങ്ങളുടെ സെപ്പറേഷൻ ടൈം, അതെല്ലാം ഒരു മാറ്റം സംഭവിച്ച് എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ്. അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ആ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്ത് ഫൈറ്റ് ചെയ്യാനും ആ വ്യക്തി തയ്യാറാണ്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇത് റിസ്ക് എടുക്കാനും അവർ തയ്യാറാണ്. അത്രമാത്രം അവർക്ക് ഇപ്പോൾ അവർക്കൊരു അവയർനെസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്ത് സാഹചര്യമായിരുന്നാലും അതിനെ ഒപ്പോസ് ചെയ്ത് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് അവർ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഐ ഡിഡ്ന്റ് റിയലൈസ് earlier that this love is deep inside me. ഓക്കെ, ഒരിക്കലും അവർ മനസ്സിലാക്കാത്തൊരു കാര്യമായിരുന്നു അവരുടെ ഉള്ളിൽ ഇത്രമാത്രം സ്നേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് എന്ന് അവര് മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്താണ്. ആൻഡ് നോ വൺ ക്യാൻ റീപ്ലേസ് യു. ഓക്കെ, മറ്റൊരു വ്യക്തിയെ കൊണ്ട് പോലും നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് പകരമാവില്ല മറ്റൊരു വ്യക്തിയോ മറ്റൊരു വ്യക്തിയുടെ സ്നേഹമോ. അങ്ങനെ ഒരു റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ഐ വിൽ കോൾ യു സൂൺ. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോൾ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ആൻഡ് യു മേക്ക് മീ ഹോപ്പ്ഫുൾ. നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഇത്രയധികം പ്രതീക്ഷ നൽകിയിട്ടുള്ളത്. ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ, ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, അവരുടെ വേദനകൾ മറക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, ഒളിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. Right now, I am realizing that I was selfish and immature. Please forgive me. I am sorry, sorry, sorry. ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവര് സെൽഫിഷ് ആയിരുന്നു, അല്ലെങ്കിൽ അവർ ഇമ്മച്വർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ക്ഷമിക്കുക. അത്രമാത്രം അവർ നിങ്ങളോട് സോറി പറയുന്നു. ഓക്കെ. ആൻഡ് ഐ ഹെസിറ്റേറ്റ് ടു എക്സ്പ്രസ് മൈ ഫീലിങ്സ്. പ്ലീസ് ഫോർഗീവ് മീ ആൻഡ് കം ബാക്ക്. ഓക്കെ, അവരുടെ ഫീലിങ്സ് അവർ ഒരിക്കലും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിരുന്നില്ല. തീർച്ചയായിട്ടും അവരോട് നിങ്ങൾ ക്ഷമിക്കുക. അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരികെ എത്തുക എന്ന് അവർ നിങ്ങളോട് പറയുന്നു. ആൻഡ് പ്ലീസ് ഫോർഗീവ് മീ, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, എഗെയിൻ ആൻഡ് എഗെയിൻ നമുക്ക് വീണ്ടും വീണ്ടും ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ആ വ്യക്തി നിങ്ങളോട് പറയുന്നത്. അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ സെപ്പറേഷൻ ഉണ്ടായത്. അതുകൊണ്ട് അവരോട് നിങ്ങൾ ക്ഷമിക്കുക.